എല്ലാ മാന്യപ്രേക്ഷകർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വാഗതം. പ്രിയമുള്ളവരെ, ഉയിർപ്പ് തിരുനാളാണ് ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരുനാളാഘോഷം. എന്താണ് ഉയിർപ്പിൻ്റെ തത്വം? എങ്ങനെയാണ് ഉയിർപ്പുണ്ടാകുന്നത്? മനുഷ്യജീവിതത്തിൻ്റെ സാധ്യതയാണ് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളത്. മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല. പുതിയ ഒരു മാനം മനുഷ്യജീവിതത്തിനുണ്ട് എന്ന സത്യം, അത് നമ്മുടെ വിശ്വാസ സത്യമാണ്. മരിച്ചവരുടെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ അനിഷേധ്യമായ ഒരു ആർട്ടിക്കിളാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് മനുഷ്യന് ഉയർപ്പുണ്ട് എന്ന് അവിടുന്ന് സ്ഥാപിച്ചു, അവിടുന്ന് തെളിയിച്ചു. നമുക്കറിയാം, ഈശോ പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാനാണ്. അവിടുന്ന് മനുഷ്യരക്ഷയെ പ്രതി ഈ ഭൂമിയിൽ ശരീരമെടുത്ത് മനുഷ്യനായി ജീവിച്ചു. അങ്ങനെ ഒരു പൂർണ്ണ മനുഷ്യനെ, ഒന്നിനും കുറവില്ലാത്ത, എല്ലാം തികഞ്ഞ ഒരു പൂർണ്ണ മനുഷ്യനെ നമ്മൾ കാണുന്നത് നസ്രായനായ യേശുവിനെ കാണുമ്പോഴാണ്. എന്നെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. പിതാവിനെ കാണുന്നു എന്നാണ് പറഞ്ഞതെങ്കിലും നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്ന ആ ദൈവത്തെയാണ് ഞാൻ പിതാവേ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി എന്നെ കാണുന്നവൻ ദൈവത്തെയാണ് കാണുന്നത് എന്നവിടുന്ന് സ്ഥാപിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യരൂപമാണ് യേശുക്രിസ്തു. അങ്ങനെ ദൈവത്തിൻ്റെ കാണപ്പെട്ട രൂപമാണ്, മനുഷ്യാവതാരമാണ് നസ്രായനായ യേശു. ദൈവം ഐക്യം പറഞ്ഞ ക്രിസ്തു അവിടുന്നാണ്. കൊളോസോസ് ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. മൂർത്തീഭവിക്കുക എന്ന് പറഞ്ഞാൽ ഉടലെടുക്കുക എന്നാണ് അർത്ഥം. അപ്പം ദൈവത്വം അതിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യരൂപമെടുത്തു, പൂർണ്ണ മനുഷ്യനായി, അതേസമയം പൂർണ്ണ ദൈവമായി നസ്രായനായ യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. അതുകൊണ്ട് പൂർണ്ണ മനുഷ്യനായ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന സത്യത്തിന് സാധുത കൈവന്നു, വിശ്വാസയോഗ്യമായി തീർന്നു. പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അതിൻ്റെ യോഗ്യത എന്താണ്? അതിൻ്റെ യോഗ്യത മറ്റൊന്നുമല്ല, ഈശോയെപ്പോലെ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ആന്തരിക മനുഷ്യന് പ്രാധാന്യം കൊടുക്കുക, അവൻ്റെ ആത്മാവിന് പ്രാധാന്യം കൊടുക്കുക. അങ്ങനെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ ഉത്ഥാനത്തിന് ഭാഗമായൊരു ജീവിതമായിരിക്കും നീ നയിക്കുന്നത്. കർത്താവ് പറഞ്ഞു, മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചായിട്ട് കരുതുകയും തിരസ്കരിക്കുകയും സർവ്വവിധവും വ്യാജമായി നിങ്ങൾക്കെതിരെ പറഞ്ഞുണ്ടാക്കുകയും ചെയ്യാത്ത കുറ്റം ആരോപിച്ച് ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിനക്ക് ദുഃഖം തോന്നരുത്. ഉത്ഥാനത്തിൻ്റെ ഒരു ജീവിതം നയിക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ആരാണ് വിലപിക്കുന്നത്? ആരാണ് പരാതിയും പരിഭവമായിട്ട് നടക്കുന്നത്? ആരാണ് വെറുപ്പും വിദ്വേഷവും കലഹവും ഉണ്ടാക്കുന്നത്? തനിക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വേദനിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ അംഗീകാരവും പരിഗണനയും ലോകത്തിൻ്റെ നീതിയുമൊക്കെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വേദനിക്കുകയും പരിതപിക്കുകയും ചെയ്യുന്നവർ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവർ ഉത്ഥാനത്തിന് യോഗ്യമായ ജീവിതം നയിക്കുകയല്ല,
ഈ ലോകത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈശോ പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ പീഡാസഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നീ അതിൻ്റെ പേരിൽ ദുഃഖിക്കരുത്, ആരെയും വെറുക്കരുത്, കലഹിക്കരുത്, ആവലാതിയും പരാതിയും പറയരുത്. അങ്ങനെ പറയുന്നെങ്കിൽ നീ ജീവിക്കുന്നത് ലോകത്തിന് വേണ്ടിയാണെന്ന് വരും. ഉത്ഥാനത്തിന് യോഗ്യമായ ജീവിതമല്ല നീ ജീവിക്കുന്നത്, നിത്യതയ്ക്ക് വേണ്ടിയല്ല നീ ജീവിക്കുന്നത് എന്ന് വരും. അതുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി നീ ജീവിക്കണമെന്നാണ് ഈശോ പറയുന്നത്. പറയുക മാത്രമല്ല, അവിടുന്ന് അത് കാണിച്ചു തരികയും ചെയ്തു. ദൈവമായിരുന്നിട്ടും അവിടുന്ന് നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, പീഡനമേറ്റു, നഗ്നനായി ക്രൂശിക്കപ്പെട്ടു. ഒരു തെറ്റും ചെയ്യാത്തവൻ ഏറ്റവും നീചമായ തെറ്റ് കുറ്റമാരോപിക്കപ്പെട്ട് ക്രൂശിൽ പിടഞ്ഞു മരിച്ചു. ഇതൊരു കാര്യം നമ്മളെ വ്യക്തമാക്കി തരികയായിരുന്നു. നീ ജീവിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയാകരുത്, നിത്യം നിലനിൽക്കുന്ന യേശുക്രിസ്തുവിന് വേണ്ടിയായിരിക്കണം. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് നീ ജീവിക്കണം. യേശുക്രിസ്തുവിനോട് താതാത്മ്യപ്പെട്ട് നിത്യതയ്ക്ക് വേണ്ടിയാണ് നീ ജീവിക്കുന്നതെങ്കിൽ നീ താൽക്കാലികമായതിനെ ഓർത്ത് കരയില്ല. അതുകൊണ്ട് ഉത്ഥാനത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെ പരിത്യജിക്കണം, തൻ്റെ കുരിശെടുക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യനിലും ഒരു ഈഗോ ഉണ്ട്, ഒരു അഹമുണ്ട്. അഹത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. സ്നാപകൻ പറഞ്ഞു, അവൻ വളരുകയും ഞാൻ ചെറുതാകുകയും ചെയ്യണം, ഞാൻ കുറയണം, എന്നിലെ ഞാൻ കുറഞ്ഞ് ഇല്ലാതാകണം. അങ്ങനെ അവൻ എന്നിൽ വളരുകയുള്ളൂ. അവൻ എന്നിൽ വളർന്നാൽ, അവൻ എന്നിൽ ജീവിച്ചാൽ ഞാൻ ഉത്ഥാനത്തിൻ്റെ ഒരു ജീവിതം നയിക്കും. എനിക്ക് വേണ്ടി മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന കർത്താവ് എന്നിൽ വസിക്കുമ്പോൾ അവൻ്റെ ഉത്ഥാനത്തിന് ഞാൻ പങ്കുചേരുകയാണ്. അവനോടൊപ്പം ഞാനൊരു നിത്യത അനുഭവിക്കുകയാണ്. ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ, ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ തന്നെ ഞാൻ നിത്യതയുടെ അനുഭവത്തിലായിരിക്കും. അതുകൊണ്ട് ഈ ഉയർപ്പ് തിരുനാൾ നമ്മെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉത്ഥാനത്തിൻ്റെ ജീവിതം നീ ഇപ്പോൾ തന്നെ ജീവിക്കുക. നമുക്കറിയാം, ഈശോ കുരിശിലേക്ക് പോകുന്ന സമയത്ത് അവിടുന്ന് എന്താണ് പറഞ്ഞത്? മനുഷ്യപുത്രൻ മഹത്വപ്പെടാൻ സമയമായിരിക്കുന്നു എന്നാണ്. അപ്പോൾ കുരിശുമരണം മനുഷ്യ ജീവിതത്തിൻ്റെ മഹത്വീകരണത്തിൻ്റെ സമയമാണ്. നമുക്കറിയാം, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത്, ആ അഴിച്ചിൽ എന്ന് പറയുന്നത് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഒരു ചെടിയുടെ ജീവിതം ആരംഭിക്കുകയാണ്. വിത്ത് അഴിയുമ്പോൾ ചെടി ജനിക്കുന്നു, ആ ചെടി നിത്യം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ പൗലോസ്ലീഹ അത് വേറൊരു ഭാഷയിൽ പറയും, നിന്നിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുമ്പോൾ ആന്തരിക മനുഷ്യൻ തേജരൂപം പ്രാപിക്കും. അതുകൊണ്ട് ഉത്ഥാനത്തിൻ്റെ മഹത്വം സ്വീകരിക്കണമെങ്കിൽ ഈ താൽക്കാലികമായ മഹത്വം വേണ്ട എന്ന് വെക്കണം. അതിനുള്ള അവസരം ഉണ്ടാകുമ്പോൾ ധീരമായൊരു നിലപാടെടുക്കണം. എനിക്ക് ലോകത്തിൻ്റെ നീതി വേണ്ട, ലോകത്തിൻ്റെ അംഗീകാരം വേണ്ട, പരിഗണന വേണ്ട. അങ്ങനെ സത്യമായൊരു നിലപാട്, ധീരമായൊരു നിലപാടെടുക്കുന്നവർക്ക് യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പങ്കുചേരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സഹനം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മഹത്വത്തെ വേണ്ടെന്ന് വെക്കലാണ്. ലോകത്തിൻ്റെ മഹത്വത്തെ വേണ്ടെന്ന് വെക്കുമ്പോഴാണ് ദൈവമഹത്വം ആ വ്യക്തിയിൽ പ്രകാശിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ ലോകത്തിൻ്റെ മഹത്വം ഒട്ടുമില്ലായിരുന്നു. നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, നഗ്നനാക്കപ്പെട്ടു. അങ്ങനെ അവഹേളിക്കപ്പെട്ട് കുരിശിൽ കിടക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മഹത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നാം കാണുന്നത് സത്യമായ ദൈവത്തെയാണ്, മറയില്ലാത്ത ദൈവത്തെയാണ്. ദൈവത്തിൻ്റെ മഹത്വമാണ്. ശപിക്കുന്നവരെ ശപിക്കുമ്പോൾ അവിടെ മഹത്വം കാണുകയില്ല. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നിടത്ത് മഹത്വം കാണും. വെറുക്കുന്നവരെ സ്നേഹിക്കുന്നിടത്ത് മഹത്വം കാണും. ക്രൂരതയെ കാരുണ്യം കൊണ്ട് നേരിടുന്നിടത്ത് മഹത്വമുണ്ട്, ദൈവമഹത്വം. അതുകൊണ്ട് മഹത്വത്തിന് യോഗ്യമായ ഒരു ജീവിതം നയിക്കാൻ ലോകമഹത്വത്തെ വേണ്ടെന്ന് വെക്കുന്ന അതിശക്തമായൊരു നിലപാടാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് ഉത്ഥാനത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് സഹനത്തിൻ്റെ ഫലമാണ്, ലോകമഹത്വത്തെ ത്യജിക്കലിൻ്റെ ഫലമാണ്,
ഗോതമ്പണിയെപ്പോലെ മണ്ണിൽ വീണ് അഴിയുന്നതിൻ്റെ ഒരു ഫലമാണ് ചെടി മുളച്ചു വരിക എന്നുള്ളത്. അതുകൊണ്ട് ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉത്ഥാനം സഹനത്തിൻ്റെ ഫലമാണ്. നമുക്കതുകൊണ്ട് ഉത്ഥാനത്തിന് ചേർന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് തയ്യാറാകാം. അനുദിന ജീവിതത്തിലെ സഹനങ്ങളെ ധീരതയോടെ നമുക്ക് നേരിടാം. നമുക്ക് മുമ്പേ കടന്നുപോയവൻ, നമ്മുടെ നേതാവും കർത്താവുമായ ക്രിസ്തു ഇതിനെല്ലാം നേരിട്ടവനാണ്. അവനോട് ചേർന്നുകൊണ്ട് അവൻ പോയ വഴിയെ പോകുമ്പോൾ നമുക്കതിനുള്ള ശക്തി കിട്ടും. തിരുവുത്ഥാനത്തിൻ്റെ തിരുനാളിലേക്ക് കടന്നു വരുമ്പോൾ ഉത്ഥാനത്തിന് യോഗ്യമായ ഒരു ജീവിതം നയിക്കുവാനുള്ള നമ്മുടെ വിളിയെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരായിരിക്കാം, ബോധവതികളായിരിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.